തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. വൈരാഗ്യത്തിനപ്പുറം കുടുംബത്തിന്റെ അന്ധവിശ്വാസമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ജ്യോത്സ്യൻ ശംഖുമുഖം ദേവദാസൻ എന്ന പ്രദീപിനെ വിശദമായ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തി. താൻ തന്നെയാണ് കൊല നടത്തിയതെന്ന് പ്രതി ഹരികുമാർ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു. എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം ഇയാൾ വ്യക്തമാക്കിയിരുന്നില്ല. കുട്ടിയുടെ അമ്മയുടെയും അമ്മാവന്റെയും വാട്സപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ചതോടെയാണ് പോലീസിന് സംശയങ്ങൾ വർദ്ധിച്ചത്. സംഭവം നടന്ന വീടിനുള്ളിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളടക്കം വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് കുടുംബം അന്ധവിശ്വാസത്തിനടിമകളായിരുന്നുവെന്നും കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയത്. ഇതോടെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. റൂറൽ SP S സുദർശന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെയും ജ്യോത്സ്യനെയും വിശദമായി ചോദ്യം ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ലെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്. അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയൻറ്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. കുറ്റം ചെയ്തതായി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനായി ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും അച്ഛൻ ശ്രീജിത്തിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ടോടെ പ്രതി ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.